എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ലൂഫിയാൻ ടീം അവരാണെങ്കിൽ 4800 സോൾജിയേഴ്സുമായിട്ട് അങ്ങനെ നടന്നു വരികയാണ്. ആ വലിയ യുദ്ധം അത് നടത്താനായിട്ട് മറ്റൊരു ഭാഗത്ത് അവരുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യേണ്ട ആ ഒരു പോർട്ട് കാണിക്കുകയാണ്. അവർ പ്രതീക്ഷിച്ചതുപോലെ അവിടെ ഇപ്പോൾ യാതൊന്നുമില്ല. റെഡിയാക്കി വെച്ചിരുന്ന കപ്പൽ, അവരുടെ ആൾക്കാർ, അതൊന്നും തന്നെ അവിടെ കാണാനില്ല. അവർക്കും മുൻപ് വളരെയധികം വിദഗ്ധമായ ഒറോച്ചി അവന്റെ സ്പൈനെ ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. കെന്നിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവരാണെങ്കിൽ വീണ്ടും വീണ്ടും ഓരോരുത്തരെയായി മാറി മാറി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും. സ്നെയിലൂടെ ആണെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആരെയും തന്നെ കോണ്ടാക്റ്റിൽ കിട്ടുന്നുമില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് അവരങ്ങനെ ഒരുപാട് വിഷമിച്ച് നിൽക്കുകയാണ്. ടോജി ആണെങ്കിൽ ഇപ്പൊ കെന്നിനെ സമാധാനിപ്പിക്കും. അവനാണെങ്കിൽ ചുറ്റുമുള്ള കാഴ്ചകൾ കാണിച്ചു കൊടുക്കും. സത്യത്തിൽ ദൈവവും പ്രകൃതിയും എല്ലാം തന്നെ നമ്മളെ കൈവിട്ടിരിക്കുകയാണ്. ഇങ്ങനൊരവസ്ഥയിൽ നമുക്കൊന്നും ഇനി ചെയ്യാനില്ല എന്ന് പറയും. അത് കേട്ട് കിന്നാണെങ്കിൽ ഒരു സെക്കൻഡ് ഇപ്പൊ ലൂഫിയാൻ ടീമിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. അവര് കൊടുത്ത സപ്പോർട്ടും അവരെ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്തതും എല്ലാം തന്നെ കിന്നിന്റെ മനസ്സിലേക്ക് വരും. എന്നെ കൊണ്ട് ഒരിക്കലും ഇത് ഡ്രോപ്പ് ചെയ്യാൻ കഴിയില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ മുൻപോട്ടേക്ക് പോകാൻ തയ്യാറാവുകയാണ്. പിന്നാണെങ്കിൽ അവന്റെ കൂടെ ഉള്ളവരുമായിട്ട് ചെറിയൊരു തോണി എടുത്ത് അവിടുന്ന് മുൻപോട്ടേക്ക് പോകാനായിട്ട് തുടങ്ങും. അതിന് മൊമന്റോസ്കി വിളിച്ചു പറയും, പ്ലീസ് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്. നമ്മളിപ്പോൾ എടുത്തു ചാടി അവിടേക്ക് പോയി അവരെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനാവില്ല. അവർ 30,000 മേലെ സോൾജിയേഴ്സ് ഉണ്ട്. ഇവിടെയും അവന്റെ അസിസ്റ്റൻസും നമ്മൾ കരുതും പോലെയല്ല. നമുക്ക് അല്പം കൂടെ പ്ലാൻ ചെയ്ത് മറ്റൊരു ദിവസത്തേക്ക് ഇത് മാറ്റിവെക്കാം. അതിന് കിന്നാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, കാണുന്നില്ലേ, ഇത് നമ്മുടെ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ഇനിയും ഫ്യൂച്ചറിലേക്ക് ട്രാവൽ ചെയ്ത് പോകാൻ കഴിയില്ല. അത്രയും നാളും നമുക്കിവിടെ ഒളിച്ചിരിക്കാനായിട്ടും പറ്റില്ല. അപ്പോൾ ഇത് നടന്നിട്ടില്ല എങ്കിൽ നമ്മുടെ നീക്കങ്ങളെല്ലാം അവർ മനസ്സിലാക്കി പതിയെ പതിയെ നമ്മൾ ഓരോരുത്തരായിട്ട് അവർ ബന്ദികളാക്കി തീർക്കും. അങ്ങനെ അവന്റെ കാൽക്കൽ കിടന്ന് നമ്മൾ രകിച്ച് മരിക്കേണ്ടതായിട്ട് വരും. സോ ഒരു കാരണവശാലും ഞാൻ പിന്നോട്ടേക്കില്ല, മുൻപോട്ടേക്ക് തന്നെയുള്ളൂ. നീ വിശ്വസുന്ദരിയോടൊപ്പം സേഫായിട്ട് എവിടെയെങ്കിലും ഉണ്ടാവണം. ഡോസ്കി ആണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിച്ച് കരഞ്ഞ് അവരെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ സാമുറായി പെണ്ണാണെങ്കിൽ പെണ്ണാണെങ്കിൽ അവനെ അങ്ങനെ പിടിച്ചു വെക്കുകയാണ്. ഇവിടെ കിന്നും ടീമും ആ ചെറിയ തോണിയിൽ അങ്ങനെ കൈഡോയെയും ഒറോച്ചിയെ ലക്ഷ്യമാക്കി പോകും. കിന്നാണെങ്കിൽ വിളിച്ചു പറയും, മൊമന്റോസ്കി, നീ ഞങ്ങളെ ഓർത്ത് കരയേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നമ്മുടെ പ്ലാൻ അത് സക്സസ്ഫുള്ളായി നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. നമ്മുടെ ഈ ഒരു ഫൈറ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും. മൊമന്റോസ്കിക്ക് ആണെങ്കിൽ ചത്താ മതി എന്നാവും. കാരണം ഓൾറെഡി അവരുടെ പ്ലാനുകൾ അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇവിടെ കപ്പലുകൾ തകർത്തതും പോർട്ട് തകർത്തതും അവരെ എല്ലാവരെയും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലാക്കിയതും അതെല്ലാം തന്നെ അവരുടെ പ്ലാൻ അത് നേരത്തെ ഒറോച്ചി മനസ്സിലാക്കിയതുകൊണ്ടാണ്. മാത്രമല്ല ഇതിനു മുൻപും അവർ പ്ലാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ദാരുണമായിട്ട് പൊളിഞ്ഞു പോയിട്ടുണ്ട്. എങ്ങനെയോ ഈ കാര്യങ്ങളെല്ലാം ഒറോച്ചി അറിയുന്നു. അടുത്ത നിമിഷം തോണിയിലുണ്ടായിരുന്ന ഒക്കിക്കു അവളാണെങ്കിൽ ഇപ്പൊ അവരോട് തീർത്തു പറയും, യു ഗായ്സ് ആർ അൺബിലീവബിൾ. നമ്മുടെ പ്ലാന് എല്ലാം തന്നെ പൊളിഞ്ഞു കഴിഞ്ഞു. ആരോ നമ്മളുടെ ഇടയിൽ നിന്ന് നമ്മളുടെ കാര്യങ്ങളെല്ലാം ചോർത്തി കൊടുക്കുകയാണ്. ഇതിപ്പോഴല്ല, പണ്ട് മുതൽക്കേ സംഭവിക്കുന്നതാണ്. എന്റെ കാലത്ത് മുതൽ നമ്മുടെ പ്ലാനുകൾ അത് ലീക്കായിട്ടുണ്ട്. സോ അതിനർത്ഥം നമ്മളുടെ അസിസ്റ്റൻസിൽ ആരോ ഒരാള് ഒറോച്ചിയുടെ അസിസ്റ്റന്റ് ആണ്. നമ്മളോടൊപ്പം നിന്ന് നമ്മളുടെ വിശ്വാസം അത് പിടിച്ചു പറ്റി ഒറോച്ചിക്ക് സ്പൈ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ആദ്യം അതാരാണെന്ന് കണ്ടുപിടിക്കണം. അതല്ല എങ്കിൽ നമുക്ക് ഒറോച്ചിക്കും കൈഡോയ്ക്ക് നേരെ ഒരു ചെറുവിരൽ പോലും അലക്കാനായിട്ട് കഴിയില്ല. അത് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടി പരസ്പരം അങ്ങനെ നോക്കുകയാണ്. അഷുറ ടോജിയും കൗമഡ്സും അവരാണെങ്കിൽ ഇപ്പോൾ അവളെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. നമ്മളിപ്പോൾ വെറുതെ ആവശ്യമില്ലാതെ പരസ്പരം ഫൈറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ചില സംശയം അത് ഞങ്ങൾക്കും ഉണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ പരസ്പരം ഫൈറ്റ് ചെയ്യാനുള്ള സമയമല്ല. അതിനൊക്കിക്കൂ അവൾ അടിച്ചു പറയും, നമ്മളിപ്പോൾ പോകുന്ന കാര്യം അത് സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്കിടയിലെ ആ ബ്ലാക്ക് ഷീപ്പ് അതാരാണെന്ന് കണ്ടെത്തിയേ പറ്റൂ. അതല്ല എങ്കിൽ നമ്മൾ മാത്രമായിരിക്കില്ല, നമ്മളെ വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് പേര് ഇല്ലാതാവും. സോ ആദ്യം അതാരാണെന്ന് അറിയണം. അഞ്ചറോ ആണെങ്കിൽ ഇപ്പോൾ ഒക്കിക്കുവെ സപ്പോർട്ട് ചെയ്യും. അതിന് കിൻ പറയും, ഒരുപക്ഷെ ഒറോച്ചിയും കൈഡോയും അവർ ഭീഷണിപ്പെടുത്തിയായിരിക്കും നമ്മളുടെ ഇടയിലുള്ള ആരെയോ ഒരാളെ ഇതുപോലെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് ആരാണെന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒക്കിക്കു അവൾ സമ്മതിക്കില്ല. എന്തൊക്കെ പറഞ്ഞാലും ഞാനത് ആക്സെപ്റ്റ് ചെയ്യില്ല. ഓടന്റെ ജീവൻ അത് നഷ്ടപ്പെട്ടതിന് കാരണം നമുക്കിടയിലുള്ള ആ ചതിയനാണ്. ആരാണെന്ന് കണ്ടുപിടിക്കാതെ നമ്മൾ ഇനി എവിടേക്കും പോയിട്ട് യാതൊരു കാര്യമില്ല. സോ നമുക്കിടയിലെ ആ പുഴുക്കുത്ത് അത് പുറത്തു വന്നേ പറ്റൂ. അടുത്ത നിമിഷം കാഞ്ചറോ ആണെങ്കിൽ പൊട്ടിക്കരഞ്ഞ് കിന്നിനോട് പറയും, നിങ്ങൾ അന്വേഷിക്കുന്ന ആ ഒരു സ്പൈ അത് മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്. കേട്ട് ഒരു സെക്കൻഡ് അവരെല്ലാവരും ഞെട്ടുകയാണ്. ഞാനന്ന് നിങ്ങളോടൊപ്പം ഓടന്റെ ചുമലിലേറിയത് എൻ്റെ ആ ഒരു റോള് അത് ഫുൾഫിൽ ചെയ്യാൻ തന്നെയാണ്. അത് ഫുൾഫിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒറോച്ചി എന്നെ കൊല്ലും. നിങ്ങളോടൊപ്പം എല്ലാ സഹായത്തിനും നിന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും അവരെ അറിയിക്കുകയായിരുന്നു എന്ന് പറയും. അത് കേട്ട് എല്ലാവർക്കും ഷോക്ക്. അവരാണെങ്കിൽ ഇപ്പൊ അവനോട് ദേഷ്യപ്പെടും. കാഞ്ചറോ ആണെങ്കിൽ തല താഴ്ത്തി ഇപ്പൊ അവരോട് പറയും,
എൻ്റെ പാരൻസും ഞാനും കുറോസമേ ക്ലാനിലുള്ളവരാണ്. ഞങ്ങൾ കുറോസമേ ക്ലാനിലുള്ളവരാണെന്ന ഒറ്റ കാരണത്താൽ എൻ്റെ പാരൻസിനെ എൻ്റെ കൺമുമ്പിൽ വെച്ച് ഇല്ലാതാക്കി. ആ പകയായിരുന്നു ഇത്രയും കാലവും ഞാൻ വീട്ടിൽ കൊണ്ടേയിരുന്നത്. നിങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിനും കൂട്ടുനിന്ന് നൈറ്റ് ആവുമ്പോൾ നിങ്ങളുടെ ഇൻഫർമേഷൻ എല്ലാം ഞാൻ അവന് പറഞ്ഞു കൊടുക്കും. ആ ഐലാൻഡിലേക്ക് റോക്കിനെ കൊണ്ടുവന്നതും നിങ്ങളുടെ ഇൻഫർമേഷൻ അതൊന്നൊന്നായിട്ട് ലീക്ക് ചെയ്തതും അതെല്ലാം തന്നെ ഞാൻ തന്നെയാണ്. നിങ്ങളെ കൊണ്ട് ഇനി ഇതിൽ ജയിക്കാനായിട്ട് കഴിയില്ല. ഒറോച്ചി ഓരോ റീജിയണിലേക്കും പോകുന്ന ആ ബ്രിഡ്ജുകളെല്ലാം തകർത്ത് കളഞ്ഞു. ജനങ്ങളുടെ കാലിലുണ്ടായിരുന്ന ആ സിമ്പലിനെ കുറിച്ച് അവനോട് പറഞ്ഞു കൊടുത്തതും ചിരിക്കുട്ടൻ അവൻ മരിച്ചതിന് ശേഷവും നിങ്ങളുടെ പ്ലാൻ അത് അല്ല എന്ന് മെസ്സേജ് അയച്ചതും അങ്ങനെ എല്ലാം അത് ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ഓരോരുത്തരുടെ എക്സ്പ്രഷനായിട്ട് കാണിക്കും. അവർക്കാണെങ്കിൽ അതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവരങ്ങനെ ടെറർ ഫേസിൽ അവനെ തന്നെ നോക്കും. അടുത്ത നിമിഷം 3 വില്ലന്മാരുടെ കപ്പൽ അതങ്ങനെ അവരുടെ ബോട്ടിനെ റൗണ്ട് ചെയ്യാണ്. കാഞ്ചിറോ ആണെങ്കിൽ ടെററായിട്ട് ഇപ്പൊ അവരെ നോക്കി ചിരിക്കും. ഓൾറെഡി ഈ കാര്യങ്ങളെല്ലാം കാഞ്ചിറോ ഒറോച്ചിയെ അറിയിച്ചതാണ്. പക്ഷെ നമ്മുടെ ആൾക്കാർ പിന്മാറില്ല എന്നറിയാവുന്ന ഒറോച്ചി ഇപ്പൊ അവരെ തകർക്കാനായിട്ട് അവന്റെ അസിസ്റ്റൻസിനെ അയച്ചു. കെന്നിനാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കണ്ടും കേട്ടും അവന്റെ കൺട്രോൾ പോവും. കെൻ അവന്റെ സ്ക്വാഡ് എടുത്ത് കാഞ്ചിറോയുടെ തലയിൽ തന്നെ അങ്ങനെ ആഞ്ഞു വെട്ടുകയാണ്. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അതവന്റെ വേറൊരു ക്ലൗണാണ്. കാഞ്ചിറോ ഇപ്പോഴും സേഫ് ആയിട്ട് ആ കടൽക്കരയിൽ തന്നെയുണ്ട്. അവൻ ആദ്യം പാമ്പിനെ വരച്ച് പെണ്ണിനെ പാമ്പുകൾ ഉപയോഗിച്ച് ലോക്ക് ചെയ്യും. അതിനുശേഷം മൊമന്റോസ്കെ ഈസി ആയിട്ട് അവൻ തട്ടിയെടുത്ത് അവിടുന്ന് കൊണ്ടുപോവാണ്. ഇന്നും ടീമും ആണെങ്കിൽ ഇവിടെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. സാധാരണ കാഞ്ചിറോ അവൻ ചിത്രം വരയ്ക്കുമ്പോൾ അത് ചിത്രമാണെന്ന് വളരെ എളുപ്പത്തിൽ അവർക്ക് മനസ്സിലാവും. പക്ഷെ ഇത്തവണ കാഞ്ചിറോ അവൻ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അവന്റെ ക്ലൗണിനെ വരച്ചത്. സോ അതുകൊണ്ട് തന്നെ അത് റിയൽ കാഞ്ചിറോ അല്ല എന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. അവർ ദൂരത്തായിട്ട് കാഞ്ചിറോ മൊമന്റോസ്കയുമായി ഒറോച്ചിയുടെ അടുത്തേക്ക് പോകുന്നതായിട്ട് കാണും. ഈ വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യണോ കാഞ്ചിറോയെ തകർത്ത് മൊമന്റോസ്കയെ സേവ് ചെയ്യണോ എന്നറിയാതെ അവരങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ഇവിടെ ആ വില്ലന്മാർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം നമ്മുടെ ആൾക്കാരുടെ പ്ലാനുകളെല്ലാം അവർ തകർത്തു. നമ്മുടെ ആൾക്കാരുടെ എക്യുപ്മെന്റ്സ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഡിവൈസ് എല്ലാം തന്നെ ഇല്ലാതാക്കി മൊമന്റോസ്കയെ അവർ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള ഈ കുറച്ചു പേരെ കൂടെ തകർത്ത പ്ലാൻ അത് മുഴുവനായിട്ടും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. കെന്നിനാണെങ്കിൽ ചത്താ മതി എന്നാവും. പ്ലീസ് ദയവ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ഉടൻ അവൻ മൊമന്റോസ്കയെ ഏൽപ്പിച്ചത് എന്റെ കയ്യിലാണ്. എനിക്ക് അവനെ സേഫായി തിരികെ പിടിച്ചേ പറ്റൂന്ന് പറയും. അതിന് അഷുറ ടോജി അവൻ എടുത്തു ചാടി അറ്റാക്കും ബുള്ളറ്റ്സും എല്ലാം തന്നെ ഓരോ ഭാഗത്തേക്ക് അങ്ങനെ തട്ടിത്തെറിപ്പിക്കുകയാണ്. നമ്മൾ വെറുതെ സംസാരിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല. എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് അവർ കാര്യമായിട്ട് പ്ലാൻ ചെയ്യും. വില്ലന്മാർക്കാണെങ്കിൽ അതിലൊന്നും യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. അവരാണെങ്കിൽ നിർത്താതെ അറ്റാക്ക് ചെയ്ത് നമ്മുടെ ആൾക്കാരെ പരിഹസിക്കുകയാണ്. അപ്പോഴായിരിക്കും അവർക്കൊരു വമ്പൻ ട്വിസ്റ്റുമായി വലിയ കുറെ ബുള്ളറ്റ്സ് ഇപ്പൊ ആ വില്ലന്മാരുടെ കപ്പലിലേക്ക് വന്ന് വീഴുക. ടീം ഷോക്കായിട്ട് ചുറ്റും നോക്കും. അപ്പോൾ അവർ കാണും ദൂരത്തായിട്ട് 1000 സണ്ണി കപ്പലിൻ്റെ അകത്ത് സോറോയും ലൂഫിയും നാമിയും. ഇന്ത്യൻ ടീമിനും ആണെങ്കിൽ അവിടെ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. മാത്രമല്ല അവരുടെ ആ ചെറിയ തോണി അത് തകർന്ന് പതിയെ മുങ്ങാനായിട്ട് തുടങ്ങുകയാണ്. ആണെങ്കിൽ കടലിലേക്ക് ചാടാനായിട്ട് ഒരുങ്ങുമ്പോഴായിരിക്കും അടുത്ത നിമിഷം ലോയുടെ മുങ്ങിക്കപ്പൽ അതങ്ങനെ അവരുടെ തോണി ഉയർത്തി മുകളിലേക്ക് കൊണ്ടുവരിക. ഓയാണെങ്കിൽ ഇപ്പോൾ അവരോട് ദേഷ്യപ്പെടും. നിങ്ങൾ വെറും പൊട്ടന്മാരായിട്ടുള്ള സാമുറൈസ് ആണ്. നിങ്ങൾക്ക് കടൽ എന്താണെന്ന് അറിയില്ല. മര്യാദയ്ക്ക് സേഫ് ആയിട്ട് നിൽക്ക്, അല്ലെങ്കിൽ കടലിൽ വീണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ നഷ്ടമാവെന്ന് പറയും. അപ്പോൾ അതേസമയം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് യൂസ്ട്രസ് കിഡിന്റെ കപ്പൽ അതവിടേക്ക് വന്ന് ആ വില്ലന്മാരെ അറ്റാക്ക് ചെയ്യും. യൂസ്ട്രസ് കിഡിന്റെ കപ്പല്, ലൂഫിയുടെ കപ്പല്, ലോയുടെ കപ്പല്, ആ 3 കപ്പലും ചേർന്ന് ഇപ്പൊ വില്ലന്മാരുടെ കപ്പലുകളെ റൗണ്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യുകയാണ്. കാഞ്ചിറോയ്ക്കാണെങ്കിൽ ചത്താ മതി എന്നാവും. ഇങ്ങനെ ഒരു പ്ലാനും ഇങ്ങനൊരു ട്വിസ്റ്റും അവൻ കരുതിയതല്ല. ലൂഫി ആണെങ്കിൽ വിളിച്ചു പറയും, നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ സാമുറൈസിനെ വെല്ലുവിളിക്കും ചോദിച്ച് അവനും ഒരു സ്ക്വാഡൊക്കെ എടുത്ത് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുകയാണ്. ലൂഫിയും ലോയും അവർ രണ്ടുപേരും ഒറ്റക്കെട്ടായി നിന്ന് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. യൂസ്ട്രസ് കിഡ് ആണെങ്കിൽ ഒച്ചത്തിൽ വിളിച്ചു പറയും, ഞാൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് ഈ വില്ലന്മാരെ എല്ലാവരെയും തോൽപ്പിക്കും. ആ കൈഡോയെ അവനെ ഞാൻ തന്നെ കൊല്ലുമെന്ന് പറയുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു.